ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അതിശയിപ്പിക്കുന്ന ഒരു മാസ് ലുക്കിൽ വീണ്ടും നമ്മുടെ എബ്രഹാം ഖുറേഷി വന്നിട്ടുണ്ട്. എന്തായാലും പറന്നുയരുന്നൊരു ഹെലികോപ്റ്റർ, അതിലൊരു മാസ് ലുക്കിൽ ഇരിക്കുന്ന നമ്മുടെ മോഹൻലാലെയാണ് കാണാൻ പറ്റുന്നത്. എന്തായാലും ആ ഒരു ഇരിപ്പും ലുക്കൊക്കെ കാണുമ്പോൾ ഏതോ ഒരു യുദ്ധകാലത്ത് നിന്നൊക്കെ ഇറങ്ങിപ്പോയി എല്ലാം കഴിഞ്ഞ് എനിക്ക് പോകുന്ന പോലെ ഒരു ഫീലൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഒരു പോസിങ് ഒക്കെയാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫർക്ക് അത്ര ഒരു എന്താ പറയുക, ഫോട്ടോ ഒരു ഇതില്ലാത്ത പോലെ തോന്നി. കാരണം ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കുമല്ലോ ആളുകൾ ഫോട്ടോയിൽ പോസ് ചെയ്യുന്നത്, അല്ലാതെ അദ്ദേഹത്തിന് പോസ് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷേ ഒരു ഇങ്ങനെ ഇത് സ്റ്റിക്കായിരിക്കുന്ന പോലെ ഒരു സ്വാഗ് ഇച്ചിരി കമ്മിയെ പോലെയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ആ മോഹൻലാൽ എന്ന വ്യക്തി ഇരിക്കുന്നതും ഒക്കെ ശരി, പക്ഷെ അതിലൊരു ഇതൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ കേപ്പബിലിറ്റി കുറവായിരിക്കാം, അല്ലാതെ മോഹൻലാൽ എന്ന വ്യക്തിയുടെ കുറവെന്ന് ഒരിക്കലും പറയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കുറവെന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെന്താ പറയുക, മണ്ടത്തരായി പോയില്ലേ. പക്ഷേ ഫോട്ടോഗ്രാഫർക്ക് ചെറിയൊരു ഒരു റിയാലിറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫോട്ടോ പോലെ തോന്നി എനിക്ക്. കാരണം നിങ്ങൾക്ക് ആദ്യം തോന്നലുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ തോന്നി. പക്ഷെ എന്നാലും എന്തോ ഈ ബാക്ക്ഗ്രൗണ്ടെല്ലാം കാണുമ്പോൾ നമ്മുടെ പണ്ട് ഖുറേഷി ഇറങ്ങി നിന്നില്ലേ, നമ്മുടെ ലൂസിഫറിൻ്റെ അവസാനം നിന്ന് ഇറങ്ങി നിന്നില്ലേ, ആ ഒരു സെറ്റ് ആ ഭാഗത്ത് നിന്ന് എന്താ ഋഷി ബേസിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഹോളിവുഡ് ലൊക്കേഷൻ ബേസിലായിരിക്കും ഒരു ഫോട്ടോ പോസിൻ്റെ എന്താ പറയുക ലൊക്കേഷൻ തോന്നുന്നു. എന്തായാലും ഫോട്ടോ സെറ്റായിട്ടുണ്ട്. എന്തായാലും എബ്രഹാം ഖുറേഷിയുടെ ഒരു മാസ്മരികമായൊരു ലുക്കാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും ഓക്കെയാണ്. പക്ഷേ ഫോട്ടോഗ്രാഫറിൻ്റെ ചെറിയൊരു റിയാലിറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. കാരണം മോഹൻലാൽ വ്യക്തിനെ എത്ര മനോഹരമായി കാണിക്കാൻ പറ്റുന്നോ അത്രയും മനോഹരമായി കാണിക്കാൻ പറ്റും. കാരണം ഇതിന് മുമ്പുള്ള കാലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് ചെറിയൊരു സ്വാഗ് എൻ്റെ മുമ്പുണ്ടായ ഫോട്ടോഗ്രാഫ്സിന് വെച്ച് ചെറിയൊരു സ്വാഗ് കുറഞ്ഞു പോയെന്ന് തോന്നി. പേഴ്സണലി മാത്രമുള്ള അതിൻ്റെ അനുഭവമാണ്, ഇതിൽ എൻ്റെ ഒരു വ്യൂ ആണ്. പക്ഷെ എന്നാലും പടം ഹിറ്റാകും, എന്തായാലും ഹിറ്റാവണം. കാരണം എബ്രഹാം ഖുറേഷിയുടെ അഴിഞ്ഞാട്ട് നമ്മൾ കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാർച്ച് 27 ആവട്ടെ, എല്ലാവർക്കും തിയേറ്ററിൽ പൂരപ്പുറമാക്കി മാറ്റാം. ഓക്കെ.